Hello friends, welcome to SAT, Center Institution Center, Madathambadi and Puthambalikara. Free education to all. Please subscribe to our YouTube channel for new updated videos and also visit centerinstitution.blogspot.in. നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് +1 മാത്സിലെ ചാപ്റ്റർ 1 സെറ്റ്സ് പാർട്ട് 4 റെപ്രസെന്റേഷൻ ഓഫ് സെറ്റ്സ് സം മോർ പ്രോബ്ലംസ്. കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നമ്മൾ ആൻസർ ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ സെറ്റ് ബിൽഡർ ഫോമും അതുപോലെ തന്നെ റോസ്റ്റർ ഫോമൊക്കെ നമ്മൾ പഠിച്ചു. പ്ലീസ് വിസിറ്റ് പാർട്ട് 1 to 3 ബിഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഓക്കെ, സോ ലിസ്റ്റ് ഓൾ ദി എലമെന്റ്സ് ഓഫ് ദ ഫോളോയിങ് സെറ്റ്സ്. നമുക്ക് കുറച്ച് സെറ്റ് തരും, അതിനകത്ത് എലമെന്റ്സുകൾ നമ്മൾ എഴുതണം. ഇപ്പോൾ തന്നിരിക്കുന്നത് എന്ത് ഫോമിലാണ്? ഇറ്റ് ഈസ് സെറ്റ് ബിൽഡർ ഫോം. നമുക്കതിനെ റോസ്റ്റർ ഫോമിലേക്ക് ആക്കണം. The set of all x is such that x is an odd natural number. Odd means ഒറ്റ സംഖ്യ, നാച്ചുറൽ നമ്പർ എണ്ണൽ സംഖ്യ. ഓഡ് നാച്ചുറൽ നമ്പർ ആയിരിക്കണം. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകത, എവിടം വരെയാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്കറിയാം ഓഡ് നാച്ചുറൽ നമ്പർ 1, 3, 5, 7 എക്സെട്ര എക്സെട്ര. അത്രയും മതി. അതാണ് നമ്മുടെ ആൻസർ. ക്ലിയർ? ഓക്കെ, അങ്ങനെ പോകും. അപ്പോൾ അങ്ങനെ പോകുന്നത് നമ്മളൊരു കുറേ കുത്തുകൾ ഇട്ട് വെക്കും. കണ്ടോ? കാരണം ഇവിടെ ഒരു എൻഡില്ല. ക്ലിയർ ആണോ? മനസ്സിലായോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബി. ദ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഇൻഡിജർ -12 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 9/2. ഇവിടെ എക്സിന്റെ വില എന്ന് പറയുന്നത് -1/2 9/2 ഇടയിലായിരിക്കണം. അപ്പോൾ നമുക്കറിയാം -1/2 = 0.5, 0.5 minus. Clear? And -9/2 = എന്താണ്? 4.5. What are integer? Integer എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് സംഖ്യകൾ. നെഗറ്റീവ് 2, ഓക്കെ, 0, 1, 2 ഇതെല്ലാം ഇൻറ്റീജർ ആണ്. ഓക്കെ, ക്ലിയർ? ഇപ്പോൾ നമ്മൾ 2.1, 2.2 ഇങ്ങനെയൊക്കെ എഴുതിയാൽ ഇതിനകത്ത് ഇൻറ്റീജർ എന്ന് പറയുന്നത് 2 ആണ്. ക്ലിയർ? ഇപ്പോൾ 4.9 എഴുതി ഞാൻ. അപ്പം ഇൻറ്റീജർ ആരാണ്? 4. 0.3 എഴുതി. ഇൻറ്റീജർ ഏതാണ്? 0. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ എക്സിന്റെ വില എന്ന് പറയുന്നത് എന്തായിരിക്കണം? 0.5നും 4.5നും ഇടയിലായിരിക്കണം. അപ്പോൾ 0.5 കഴിഞ്ഞിട്ടൊരു സംഖ്യ പറയാൻ പറ്റുമോ? 0.6, 0.7 അങ്ങനെ കുറേ സംഖ്യകളുണ്ട്. അതുപോലെ തന്നെ 4.5ന് മുന്നിലുള്ള സംഖ്യകളോ? അത് 4.4 വരാം, 4.3 വരാം, 4.2 വരാം. അപ്പോൾ എന്തായാലും 4 വരുന്നുണ്ടല്ലേ. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു 0.5ന് ശേഷമുള്ളത് 0.6 വരാം, 7 വരാം. അപ്പോൾ എല്ലായിടത്തും 0 ഉണ്ട്. അപ്പോൾ ദാറ്റ് മീൻസ് 0യിൽ സ്റ്റാർട്ട് ചെയ്ത് 1 വരാം, 2 വരാം, 3 വരാം, 4 വരെ വരാം. അങ്ങനെയാ 0.5 അല്ലേ, അതിനുശേഷം 0.6, 0.7, 0.8, then 1, 1.1, 1.2, then 2, 2.1 അങ്ങനെ 3.1, 3.4, 4.1, 4.2, then 4.5, 4.4 വരെ വരാം. ഉണ്ടോ? അപ്പോൾ ഇത്രയും എഴുതാം. ഒരുപാട് സംഖ്യകളുണ്ട്. അതിനകത്ത് ഇൻറ്റീജർ മാത്രം എഴുതുമ്പോൾ 0യിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്, 1ൽ സ്റ്റാർട്ട് ചെയ്യണത്, 2ൽ സ്റ്റാർട്ട് ചെയ്യണത്, 3ൽ സ്റ്റാർട്ട് ചെയ്യണത്, ആൻഡ് ദെൻ 4ൽ സ്റ്റാർട്ട് ചെയ്യണത്. ഓക്കെ, ക്ലിയർ? സോ ദ ആൻസർ ഈസ് 0, 1, 2, 3, 4. ഓക്കെ, ദെൻ x is an integer x² less than or equal to 4. x² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4നേക്കാളും ചെറുതോ അല്ലെങ്കിൽ 4 ആയിരിക്കണം. മനസ്സിലായോ? അപ്പോൾ ഞാനിപ്പോൾ 2² എടുത്തു. യെസ്, ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. ഇവിടെ എന്താണ്? ഈക്വൽ ടു 4 ആണ്. ഓക്കെ, ഞാൻ 1² എടുത്തു, 1 കിട്ടി. ഇത് ലെസ് ദാൻ 4 ആണ്, 4നേക്കാൾ ചെറുതാണ്. ഞാൻ 3² എടുത്തു, അപ്പോൾ എനിക്ക് 9 കിട്ടി. ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 4, 4നേക്കാൾ വലുതാണ്. അപ്പോൾ 3² വരാൻ പാടില്ല. അപ്പോൾ എനിക്ക് 1 എടുക്കാം, 2 എടുക്കാം, 3 എത്താൻ പാടില്ല. ഇനി 1ന്റെ പുറകിലേക്ക് നോക്കാം. 0, 0² 0 ആണ്. ലെസ് ദാൻ 4, യെസ്. അപ്പോൾ എനിക്ക് 0 എടുക്കാം കേട്ടോ. ഇനി എൻ്റെ പുറകിൽ -1, -1² 1 ആണ്. ലെസ് ദാൻ 4,
യെസ് 4-നേക്കാളും ചെറുതാണ്. അപ്പോൾ -1 എടുക്കാം. അടുത്തത് -2. -2 സ്ക്വയറോ അഗെയിൻ 4 ഈക്വൽ ടു 4. നമുക്ക് 4 ഈക്വലോ അല്ലെങ്കിൽ 4 ചെറുതോ ആയാൽ മതി. അപ്പോൾ -2 സ്ക്വയർ എടുക്കാം. ബട്ട് -3 സ്ക്വയർ എടുക്കാൻ പാടില്ല. ബിക്കോസ് -3 സ്ക്വയർ ഇസ് ഈക്വൽ ടു 9. അത് നമുക്ക് എടുക്കാൻ പാടില്ല. ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു ഓർ ലെസ് ദാൻ 4. സോ -1 സ്ക്വയർ 1 അത് നമുക്ക് എടുക്കാം. കാരണം എന്താണത് 4-നേക്കാളും ചെറുതാണ്. സോ -1 എടുക്കാം. -2 സ്ക്വയർ ഈക്വൽ ടു 4 അല്ലേ, ഈക്വൽ ടു 4. അതുകൊണ്ട് -2 എടുക്കാം. -3 സ്ക്വയർ 9 ഗ്രേറ്റർ ദാൻ 4. സോ ഇത് എടുക്കാൻ പറ്റില്ല. 0 സ്ക്വയർ 0 ലെസ് ദാൻ 4 ലെസ് ദാൻ 4. സോ വി ക്യാൻ ടേക്ക് 0. 1 സ്ക്വയർ 1 ലെസ് ദാൻ 4. സോ വി ക്യാൻ ടേക്ക് 1. 2 square 4 less than 4, so we can take it 2. 3 square 9 greater than 4, so we cannot take it. So the answer is -2 from here, -1 and 0, then 1, then 2, then that's all. That's all. Okay, C എന്ന് പറയുന്ന സെറ്റ് ക്ലിയർ. So -2, -1, 0, 1, 2. This is the answer. Next question. The set of all x such that x is a letter in the word loyal. അപ്പോൾ ഇതിനകത്ത് ഒരു ലെറ്റർ ആവണമെന്നുള്ളൂ. സോ ഇത് വെരി സിമ്പിൾ ആണ്. D is equal to set L. Yes, L. O. Yes, O. Y. Y. A. A. L. L. Not. L എടുക്കാൻ പാടില്ല. ബിക്കോസ് L ഇവിടെ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ആൻസർ. ക്ലിയർ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The set of all x such that x is a month of the year not having 31 days. 31 ദിവസം ഇല്ലാത്ത മാസം. നമുക്കറിയാലോ ഫെബ്രുവരി, ഏപ്രിൽ, ജൂൺ, സെപ്റ്റംബർ, നവംബർ. ഇതൊക്കെയാണ് 31 ദിവസം ഇല്ലാത്ത മാസങ്ങൾ. Then x is a consonant in the alphabet which precedes k. Kക്ക് മുന്നിലുള്ള കൺസണൻസ് അതാണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്കറിയാം കെക്ക് മുന്നിലുള്ള അക്ഷരങ്ങൾ എന്തൊക്കെയാണ്? എ, ബി, സി, ഡി, ഇ, എഫ്, ജി, എച്ച് ആൻഡ് ഐ, ജെ, കെ. അപ്പോൾ കെ വേണ്ട, കെക്ക് മുന്നിലുള്ളവർ. ഇതിനകത്ത് എന്താ പാടുള്ളൂ? കൺസോണൻ്റേ പാടുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വരാക്ഷരങ്ങൾ അല്ലാത്തത്, വൗവൽസ് അല്ലാത്തത്. നമുക്കറിയാം there are a, e, i, o, u. ഇതൊക്കെയാണ് വൗവൽസ്. ഇതിനകത്തുള്ളത് പെടില്ല, ഇത് പാടില്ല. അപ്പോൾ എ വെട്ടിക്കളയാം, ഇ വെട്ടിക്കളയാം, പിന്നെ ഒരു ഐ വെട്ടിക്കളയാം. സോ എന്താണ് ലാസ്റ്റ് ശേഷിക്കുന്നത്? ബി, സി, ഡി, എഫ്, ജി, എച്ച്, ജെ. 1, 2, 3, 4, 5, 6, 7 എണ്ണം. ക്ലിയർ? B, C, D, F, G, H, J. Okay. Then match each of the set on the left in the roster form with the same set on the right described in set builder form. അപ്പോൾ നമുക്ക് മാച്ച് ചെയ്യാൻ തരാം. അത് മാച്ച് ചെയ്യുന്നത് നമ്മൾ കണ്ടുപിടിക്കണം. ഇപ്പോൾ 1, 2, 3, 6. ഓക്കെ, ഇവിടെ വായിച്ച് നോക്കിയേ. എക്സ് എ പ്രൈം നമ്പർ ആൻഡ് ഡിവൈസ് ഓഫ് 6. പ്രൈം നമ്പർ ആണോ? അല്ല. ഇതിനകത്ത് 6 പ്രൈം നമ്പർ അല്ല, അഭാജ്യ സംഖ്യ അല്ല. വാട്ട് ഡു യു മീൻ ബൈ പ്രൈം നമ്പർ? ഒരു സംഖ്യയും അതിൻ്റെ തന്നെ ഒന്നുകൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന സംഖ്യകളാണ് പ്രൈം നമ്പർ. ഫോർ എക്സാമ്പിൾ 4 is equal to 2 into 2 and 4 into 1. And it is not a prime number because 4 നമുക്ക് 2 തവണ കിട്ടും. 2 into ചെയ്താലും കിട്ടും, 4 into 1 ചെയ്താലും കിട്ടും. But 3 into 1 ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. So this is a prime number. And again 2 is equal to 2 into 1 മാത്രം ചെയ്താൽ കിട്ടുള്ളൂ. So 2 is another prime number. So prime number ആണത്? അല്ല. 6 ഉണ്ട്. 6 is not a prime number because 6 3 into 2 ചെയ്താൽ കിട്ടും and 6 into 1 ചെയ്താലും കിട്ടും. So ആദ്യത്തെ ഒരു ഓപ്ഷൻ അല്ല. X is an odd natural number less than 10. 10 താഴെയുള്ള ഒറ്റ സംഖ്യകൾ അതുമല്ല. 10 താഴെ ഒറ്റ സംഖ്യകളാണെങ്കിൽ 9 വരെ വരണം.
X is natural number and divisor of 6. Natural number ആണ്, ശരിയാണ്. Divisor of 6, 6ന്റെ ഘടകമാണ്, ശരിയാണ്. 2, 3, 6 ഇതൊക്കെ 6ന്റെ ഫാക്ടർ ആണ്. 1 into 6, 6, 2 into 3, 6, 3 into 2, 6, 6 into 1, 6. ഓക്കെ, അപ്പോൾ 6ന്റെ ഫാക്ടർ ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് യോജിപ്പിക്കാം. ക്ലിയർ? ഓക്കെ. Then second one, 2, 3. 2 ഉം 3 ഉം നമ്മൾ നേരത്തെ പറഞ്ഞു ഇറ്റ്സ് എ പ്രൈം നമ്പർ. സോ ഇങ്ങോട്ട് യോജിപ്പിക്കാം. പിന്നെ മാത്തമാറ്റിക്സ് ഇറ്റ്സ് എ ലെറ്റർ ഇൻ ദ വേർഡ് മാത്തമാറ്റിക്സ്. വെരി സിമ്പിൾ, ഇങ്ങോട്ട് യോജിപ്പിക്കുക. ഇനി പറയേണ്ട ആവശ്യമില്ല. നാലാമത്തെ എന്തായിരിക്കും? ഇതായിരിക്കും നാച്ചുറൽ നമ്പർ ഡിവൈസർ ഓഫ് 6. സോറി, ഓഡ് നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 10. ക്ലിയർ? ഓക്കെ. Visit part 5 to understand the empty, finite and infinite and also equal sets. Thank you. Please subscribe to our YouTube channel for new update videos. നിങ്ങളുടെ പ്രോത്സാഹനമാണ് പിന്നെയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. So please like, share and comment all these videos.